2016 ഇറാനും സൗദിയും തമ്മിൽ നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചത്. 2015 തന്നെ ഇറാൻ ഉംറ തീർത്ഥാടകരെ സൗദിയിലേക്ക് അയക്കുന്നത് നിർത്തിവെച്ചിരുന്നു. 2023 മാർച്ചിൽ ചൈനയുടെ മധ്യസ്ഥതയിലുള്ള കരാറിലൂടെ ഇരു രാജ്യങ്ങളും നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ചു. തുടർന്ന് കഴിഞ്ഞ വർഷം ഇറാനികളെ ഹജ്ജ് തീർത്ഥാടനത്തിനായി അനുവദിച്ചു. എന്നാൽ ഇതുവരെ ഉംറ തീർത്ഥാടനത്തിന് എത്തിയിരുന്നില്ല. 2023 ഡിസംബറിൽ ഇറാനിയൻ ഉംറ തീർത്ഥാടകർ സൗദിയിലെത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ നീണ്ടുപോവുകയായിരുന്നു. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഇറാൻ ഉംറ തീർത്ഥാടകർ സൗദിയിലെത്തിയിരിക്കുന്നത്. ഉംറക്കായി മക്കയിലേക്കുള്ള വഴിയിൽ മദീന പ്രിൻസ് മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ സംഘത്തെ സൗദി അറേബ്യയിലെ ഇറാൻ അംബാസിഡർ മറ്റ് നിരവധി സൗദി ഇറാനിയൻ ഉദ്യോഗസ്ഥരും ചേർന്നാണ് സ്വീകരിച്ചത്. മദീനയിലെ പ്രവാചക പള്ളിയിലും റൗള ഷരീഫിലും സന്ദർശിച്ച ശേഷമായിരിക്കും 260 പേരടങ്ങുന്ന തീർത്ഥാടക സംഘം മക്കയിൽ ഉംറ കർമ്മത്തിനെത്തുക. ഇറാൻ സൗദി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രക്രിയയിലെ വലിയ ചുവടുവെപ്പായി ഇറാൻ തീർത്ഥാടകരുടെ വരവിനെ വിശേഷിപ്പിക്കുന്നു. ജാഫർ അലി പാലക്കോട്, മാതൃഭൂമി ന്യൂസ്, സൗദി അറേബ്യ.